ഹലോ, എല്ലാവർക്കും ചാരുവെസ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2023 ഇഗ്നിസാണ്. ഈ ഒരു ഇഗ്നിസിന് ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. ഈ വാഹനം 27,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. പെട്രോളാണ് കേട്ടോ. അപ്പോൾ കസ്റ്റമർ ഒരു ലോങ് ഡ്രൈവ് പോവുകയാണ്. ഏകദേശം ബാംഗ്ലൂർ ആ ഒരു ഭാഗത്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി പെട്ടെന്ന് ഒടിഞ്ഞു. ഒരു 60-70 കിലോമീറ്റർ സ്പീഡിലാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ട് ഒടിഞ്ഞു വണ്ടി പോയിട്ടോ. അപ്പോൾ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായില്ല, എന്തൊരു ഭാഗ്യം. അപ്പോൾ ആ ഒരു കംപ്ലൈൻ്റാണ്. അപ്പോൾ വണ്ടി കസ്റ്റമർ ഭയങ്കര അല്ലാതെ പേടിയായി. കസ്റ്റമർ ഒരു ഭാഗത്ത് വണ്ടി നിർത്തി. അതിനുശേഷം വണ്ടി കുറച്ച് നേരം കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് പോയി. ആ സമയത്ത് ഇവിടെ ESP എന്ന് പറയുന്നതിൻ്റെ ഒരു വാണിലാമ്പ് കത്തിയെന്നാണ് കസ്റ്റമർ പറയുന്നത്. അപ്പോൾ കസ്റ്റമർ അതിന് ശേഷം വലിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല, വണ്ടി ഓട്ടിച്ചു. നമ്മുടെ വർക്ക്ഷോപ്പിൽ, ഈ ഒരു വർക്ക്ഷോപ്പിൽ, കണ്ണാടി വർക്ക്ഷോപ്പിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് നമ്മളും ചെക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു ESPയുടെ വാണിലാമ്പ് കത്തുന്നുണ്ട് കേട്ടോ. അതോ കണ്ടോ, ഇതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ ESPയുടെ ഇതാണ് കാണുന്നത്. അത് C1124 കാണിക്കുന്നത്. അതായത് സ്റ്റിയറിംഗ് ആംഗിൾ സെൻസർ സർക്യൂട്ട് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഡ് വന്നിരിക്കുന്നത് ഹിസ്റ്ററിയിലാണ് കിടക്കുന്നത്. അതാണ് ചില സമയങ്ങളിൽ കുഴപ്പമില്ലാതെ വാഹനം ഓടുന്നത്. എന്തോ ഭാഗ്യം വെച്ചാൽ നമ്മുടെ വരുന്ന സമയത്ത് ആ ഒരു കംപ്ലൈൻറ്റ് നമ്മൾക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു സെൻസർ വരുന്നത് ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ അടിവശത്താണ് വരുന്നത്. ഈ ഒരു സ്റ്റിയറിംഗ് കോളം, അതായത് ഈ എയർ ബാഗ് അഴിച്ചെടുത്ത് സ്റ്റിയറിംഗ് കോളത്തിൻ്റെ ആ ഒരു സ്റ്റിയറിംഗ് കോളം അഴിച്ചെടുത്ത ശേഷമേ ഈ ഒരു ആംഗിൾ സെൻസർ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അത് നമുക്ക് അഴിച്ചെടുക്കാം. നമ്മൾ ഈ ഒരു എയർ ബാഗിൻ്റെ സാധനങ്ങളൊക്കെ അഴിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട വർക്കുകളാണ്. ആദ്യമായിട്ട് ഇതിൻ്റെ ബാറ്ററി നൈറ്റൊക്കെ ഊരി വെച്ച ശേഷം അതിൻ്റെ ഫ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഊരി വെച്ച ശേഷമേ നമുക്ക് ഈ എയർ ബാഗ് പണിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളതെല്ലാം അഴിച്ചു വെച്ചിട്ട് നമ്മൾ ഈ എയർ ബാഗിൻ്റെ ഒരു സാധനം നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ കോയിൽ ആൻറ്റിനി. ഈ കോയിൽ ആൻറ്റിനിൽ തന്നെയാണ് ഇതിൻ്റെ ആംഗിൾ സെൻസറും കൂടി വരുന്നത്. ഏകദേശം ഒരു 2021-22 മോഡലുകൾക്കാണ് ആംഗിൾ സെൻസർ പിടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് ഞാനിതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടി ഞാനതിൽ ചേർക്കുന്നുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ആംഗിൾ സെൻസറിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ സ്റ്റിയറിംഗ് വീല് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാർട്സ് വന്നിട്ട് ഏകദേശം ഇതിൻ്റെ വില 3485 രൂപയാണ് ഇതിൻ്റെ പാർട്സിൻ്റെ വില. അപ്പോൾ അത് നമ്മൾ അഴിച്ച് മാറ്റിയ ശേഷം നമ്മൾക്ക് ഇനി അടുത്തൊന്ന് നോക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു പാർട്സ് ഓർഡർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ നമ്മൾ യാർഡിലെ ഒരു വണ്ടി കൊണ്ടുവന്ന് ഈ ഒരു പാർട്ടാണോ കംപ്ലൈൻറ്റ് ആണെന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ടാണ് ഈ ഒരു പാർട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ ആ ഒരു ഭാഗം മാറ്റിയ ശേഷം നമ്മൾ ബാക്കിയെല്ലാം വൃത്തിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്കാൻ ചെയ്തിട്ട് അതിൽ കോഡ് വന്നിരിക്കുന്നത് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു വാഹനം നമ്മൾക്ക് ഇനി ഒന്ന് ഓടിച്ച് നോക്കാം. ഒരു 10-50 കിലോമീറ്ററോളം നമുക്കൊന്ന് ഓടിച്ച് നോക്കാം, വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു 50 കിലോമീറ്ററിൻ്റെ മേലെ നിലവിൽ നമ്മളിപ്പോൾ ഈ ഒരു വാഹനം ഓടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കംപ്ലൈൻ്റ് ഒന്നും കിട്ടുന്നില്ല. കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഷോപ്പിൽ വന്ന് ഈ ഒരു സ്കാൻ ചെയ്ത് നോക്കിയ ശേഷമാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ ഒരു ആംഗിൾ സെൻസർ ആയിരിക്കും കംപ്ലൈൻറ്റ്. ആംഗിൾ സെൻസർ എന്ന് പറയുന്നത് ആ ഒരു കോയിൽ ആൻറ്റിനോട് കൂടിയിട്ടാണ്. അതിൻ്റെ പാർട്ട് നമ്പറും ആ കേസിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും നമ്മൾക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.